പിന്നെന്താ, സ്വഹാബത്ത് ഷിർക്കിന്റെ നിർവചനം ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിച്ചിട്ടില്ല. അവർക്ക് അറിയാന്ന്, സ്വഹാബത്തിന് ഷിർക്ക് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. മനസ്സിലായോ? സ്വഹാബത്തിനോട് ഹുവൽ ഇബാദ അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായിട്ടുണ്ട് അതേത് ദുആണ് ഇബാദത്താകുന്ന ദുആ, ഏത് ദുആണ് ഇബാദത്താകാത്ത ദുആ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെ നേരിടാൻ വലിയ ആലിമീങ്ങൾ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, പല്ലിനെ കൊല്ല മട്ടല് വേണ്ടാന്നുള്ളത്. ചെറിയൊരു കോൽച്ചിലിന്റെ തണ്ടിന്റെ മറ്റാ തണ്ട്, അതിന്റെ പേരെന്താ, ആ തണ്ട് മതി. മനസ്സിലായോ? അതുകൊണ്ട് അദ്ദുആ ഹുവൽ ഇബാദ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിറങ്ങുക. ഷിർക്കിന്റെ നിർവചനങ്ങൾ പറഞ്ഞു തന്നാൽ മതി. നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. കാരണം വലിയ വലിയ മൗലവിമാരൊക്കെ ഇതിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒന്ന് വന്നിട്ട് പറഞ്ഞു തന്നാല് ഒരു മനസ്സമാധാനം. അതിന്റെ നിർവചനം എന്ന് പറഞ്ഞു തന്നാല്. ഇവിടെ പറഞ്ഞു ഞങ്ങളെ പഠിപ്പിക്കും. പിന്നെ പല്ലിയെ കൊല്ലാന് എന്തോ ഒരു തണ്ടിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞല്ലോ. അതെ അതെ, അത് ഞങ്ങൾക്ക് പറയാനുള്ള. ഈ പല്ലിയെ കൊല്ലാന് ഞങ്ങൾ ഈ തണ്ട് മതി കേട്ടോ. ഈ പല്ലിയെ ഇപ്പൊ വന്ന അബൂദുജാൻ എന്ന് പറഞ്ഞ പല്ലിയില്ലേ, ആ പല്ലിയെ കൊല്ലാൻ ഞങ്ങൾ തന്നെ ധാരാളം. ഓക്കെ സമീർ മൗലവി, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാം, കുഴപ്പമില്ല. നിങ്ങളൊന്ന് കൊല്ല്, ഷിർക്കിന്റെ നിർവചനം ഒന്ന് പറ, അപ്പോഴല്ലേ നമ്മൾ ചാകുക. ആൺകുട്ടിയാണെ പറ മൗലവി ഷിർക്കിന്റെ നിർവചനം. ഷിർക്ക് എന്താന്ന് മനസ്സിലാണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് ഷിർക്കാന്ന് പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഷിർക്ക് എന്താന്നറിയാതെ പിന്നെ ഒരു വിഷയം നിങ്ങൾ എങ്ങനെ അത് ഷിർക്കാന്ന് പറയൂ? ആൺകുട്ടിയാണെങ്കിൽ ആ ഷിർക്ക് എന്താണെന്ന് പറഞ്ഞതാ, എന്നിട്ടല്ലേ ബാക്കി. അസ്സലാമു അലൈക്കും. ഇവിടെ അബൂ ദജ്ജാലോ അബൂ ദുജാജ, അദ്ദേഹം ഇവിടെ ചോദിച്ചത് ഷിർക്കിന്റെ നിർവചനം അല്ലേ. നിങ്ങൾ ഇന്നലെ ചോദിച്ചിട്ടേക്കുന്നു. ഞങ്ങൾ ഇനി പറയാത്തത് കൊണ്ടാണ് ഒരാൾ മറ്റേ വിഷമിച്ച് ഒരാൾ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ നിർവചനം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആകെ പ്രയാസത്തിലാണ്. ഞങ്ങളിനി അത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ചെയ്യുന്ന ഷിർക്ക് നിർത്താൻ അല്ലേ, ഷിർക്കിന്റെ പണി നിർത്താൻ. അപ്പൊ ഇതുവരെ മനസ്സിലായില്ല മക്കളെ നിങ്ങൾ ചെയ്യുന്ന ഷിർക്കാണെന്നുള്ളത്? തീരുമാനമായിട്ട് ചെയ്താൽ പോരായിരുന്നു ബാക്കി കാര്യങ്ങൾ. ആണെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യണം. മറ്റേ എന്താ പറയാ, നമ്മളെ സോറി ഞാൻ വേറൊന്നുമില്ല, വേറെ വെച്ചിട്ട് ചോദിക്കുന്നില്ല, തെറ്റിദ്ധരിക്കണ്ട. വ്യഭിചാരത്തിന്റെ ആ നിർവചനം ഒന്ന് പറയും നിങ്ങൾ. വ്യഭിചാരത്തിന്റെ നിർവചനം ഒന്ന് പറയും. എന്തിനാണ് ചോദിച്ചതെന്നറിയോ? നിങ്ങളെ വിശ്വാസം അനുസരിച്ച്, നിങ്ങളെ ഈ ദീനിന്റെ വിശ്വാസം അനുസരിച്ച് സ്വന്തം ഭാര്യയെ അല്ല വേറൊരു പെണ്ണിനെ സ്വന്തം ഭാര്യയാണ് എന്ന് വിചാരിച്ചില്ലെങ്കിൽ കേട്ടോ, അഡ്മിന്റെ വേറെ ഞാൻ അതിൽ പറഞ്ഞില്ല, ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. സ്വന്തം ഭാര്യയെ അല്ല വേറൊരു സ്ത്രീ, അന്യ സ്ത്രീയെ സ്വന്തം ഭാര്യയാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാം, വ്യഭിചരിക്കാൻ കുഴപ്പമില്ല. അന്യ സ്ത്രീയാണെന്ന് വിചാരിക്കാതിരുന്നാൽ മതി. അതേപോലെയാണ് ഇവർ പറയുന്ന പറച്ചിൽ. അതായത് അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്തുകൾ, അള്ളാഹുവിന് കൊടുക്കുന്ന ആരാധനകൾ അത് സൃഷ്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, അത് ഇലാഹാണ് എന്ന് വിചാരിക്കാതിരുന്നാൽ മതി, സമദിയത്ത് കൊടുക്കാതിരുന്നാൽ മതി എന്നൊക്കെയാണ് വാദം. സെയിം ഇതേപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞത്. പിന്നെ ഇയാളിവിടെ പറഞ്ഞു എന്താണ്, ദുജാജന്റെ തന്ത ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ? ദുജാജന്റെ ഉപ്പ പറഞ്ഞത് ഷിർക്കിന്റെ നിർവചനം അത് സ്വഹാബികൾ ചോദിച്ചിട്ട് ശരിയാണ്, സ്വഹാബികൾക്ക് മനസ്സിലായി പറഞ്ഞപ്പോ എന്ത് പ്രാർത്ഥനയാവും എന്ത് പ്രാർത്ഥനയാവൂലെന്ന് സ്വഹാബികൾക്ക് മനസ്സിലായി. അതേ മാനദണ്ഡം നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്കും അങ്ങനെയാണ് മനസ്സിലായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികൾക്ക് പഠിപ്പിച്ചെടുത്തോണ്ട് ദുആ ഹുവൽ, അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് എങ്ങനെ അല്ല എന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെ വിശ്വാസം നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അക്കീദ തന്നെ പൊളിഞ്ഞു.
നിങ്ങളുടെ അഖീദ തന്നെ നിങ്ങളെ പൊളിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രമാണം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. മരിച്ചുപോയ ബർസഖിൽ ജീവിക്കുന്ന ആളുകൾ കേൾക്കും, കാണും, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, സഹായിക്കും എന്നുള്ള വിശ്വാസം തന്നെ ശിർക്കാണ്. അതുപോലെ നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും പരിധിയില്ലാതെ കാണും, പരിധിയില്ലാതെ കേൾക്കും എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അത് തന്നെ ശിർക്കാണ്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശിർക്കല്ലെങ്കിൽ ലോകത്ത് ഒരാൾ ശിർക്ക് ചെയ്തിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ വരെ നിങ്ങളുടെ ഭാഷയിൽ മുവഹിദുകളായിരിക്കും. മൗലവിമാർക്ക് ഹാലിളകാൻ തുടങ്ങിയിട്ടുണ്ട്, തന്തനയും ഒക്കെ പറയൽ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തെറികൾ അവർ ഭാഗത്തു നിന്ന് വരുത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മൗലവിമാരെ, നിങ്ങൾക്ക് ഷിർക്കിന്റെ നിർവചനം പറയാൻ കഴിയില്ല, മനസ്സിലായോ? ഷിർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യം പോയിട്ട് ഷിർക്ക് എന്താണെന്ന് പോയി പഠിക്കി. തെറി പറച്ചിലൊക്കെ എപ്പോഴാണ് വരിക എന്നറിയോ? പ്രഷർ കൂടുമ്പോൾ, ഹാലിളകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ തെറി. ഹാലിളകുമ്പോൾ, കാരണം ഉത്തരം മുട്ടുമ്പോഴാണ് ഈ തെറികളും ഇതൊക്കെ പറയാൻ തുടങ്ങുക. അതുകൊണ്ട് ആദ്യം ഇപ്പോൾ ഷിർക്ക് എന്താന്ന് പോയി പഠിക്കും മൗലവി, എന്നിട്ട് തെറി പറച്ചിൽ നിർത്ത്. ഞങ്ങൾക്കും അറിയാം അങ്ങനെ തെറി പറയാം, പക്ഷെ ആ സംസ്കാരം ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഷിർക്കിന്റെ നിർവചനം ഉണ്ട്, പറ. ആദ്യം ഷിർക്ക് എന്താന്ന് പറ. അത് പറഞ്ഞിട്ടാ മക്കളെ ഇന്നതാണ് ഷിർക്ക് എന്ന്. എന്നാ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ ആ അടിസ്ഥാനത്തിൽ വരുന്നതൊക്കെ ഷിർക്കാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ. ഷിർക്ക് എന്താണെന്ന് നല്ലോണം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരെ വിളിക്കുന്നത്. അത് ഷിർക്കല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഷിർക്കിന്റെ നിർവചനം ഉണ്ടേ പറയാം. തെറി പറച്ചിൽ നിർത്തുക. കേട്ടിട്ടുണ്ടോ? തെറി പറയാനാണെങ്കിൽ ഈ ഗ്രൂപ്പ് തുടരേണ്ട ആവശ്യമില്ല. തെറി പറയാൻ നിങ്ങൾ മറ്റെവിടെങ്കിലും പോയിട്ട് അങ്ങാടിയിലൊക്കെ പോയിട്ടുണ്ടോ? നല്ല കള്ളുടിയന്മാരുണ്ടാവും, അവരുടെ പോയി തെറി പറഞ്ഞോ? മൗലവി, നിങ്ങളെ വയല് വേണ്ട. നിങ്ങൾക്ക് ഷിർക്കിന്റെ നിർവചനം കിതാബ് ഉദ്ധരിച്ച് പറയാൻ കഴിയെങ്കിൽ അത് പറയാ. ഈ ഭാഗത്ത് ഇങ്ങ് വായിച്ചിട്ട് ആ നിർവചനം പറ. കിതാബ് ഉദ്ധരിച്ച് ഷിർക്കിന്റെ നിർവചനം പറയാൻ കഴിയുമോ? പിടിച്ചോ എന്ന് പറഞ്ഞ് ഇബാറത്ത് വായിച്ച് പറയാൻ നിങ്ങളെ വയൽ ആവശ്യമില്ല. നിങ്ങളെ പ്രസംഗമാണ്, നിങ്ങൾക്ക് നല്ല പ്രസംഗിക്കാനും തെറി പറയാനൊക്കെ അറിയാം, കുഴപ്പമില്ല, ഞാൻ കേട്ട്. നിങ്ങളെ ഷിർക്കിന്റെ നിർവചനം പറയാൻ കഴിയെങ്കിൽ പറ. ആൺകുട്ടി ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ സ്വഹാബികൾ, നിങ്ങൾ പറഞ്ഞല്ലോ സ്വഹാബികൾ ഷിർക്കിന്റെ നിർവചനം ചോദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹു മിനൻ നാർ. അതുപോലെ ഇന്ന ശിർക ലദുൽമുൻ അദീം. ഈ ആയത്തൊക്കെ പഠിപ്പിച്ചപ്പോ റസൂൽ എന്താണ് ഷിർക്കിന്റെ നിർവചനം എന്ന് ചോദിച്ചോ? അവർക്ക് മനസ്സിലായി എന്ത്? അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു അംശം ആ സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്താൽ തന്നെ, അത് മരിക്കണമെന്നില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വകവെച്ചു കൊടുത്താൽ തന്നെ ശിർക്കായി. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് അവർ ഞങ്ങളെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് കാണും, കേൾക്കും, അറിയും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, ദൂരപരിധിയില്ലാതെ, സമയപരിധിയില്ലാതെ, അതുപോലെ പിന്നെ സ്ഥലപരിധിയില്ലാതെ എല്ലാം കാണുകയും കേൾക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട്. അത് തന്നെ ശിർക്ക്. ഇനി എന്തിനാ നിർവചനം നിങ്ങൾക്ക്? ഞങ്ങൾ അത് മനസ്സിലാക്കിയിട്ടും കൊണ്ടുവന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത്, അത് ഒന്നില്ലെങ്കിൽ ഒന്ന് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കും, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സംഭവിക്കും. ഈ മൂന്ന് കാര്യങ്ങളും സംഗമിക്കുന്നുണ്ട് ഖുറാഫ് നിങ്ങളുടെ പിന്നെ സമസ്ത മതത്തില്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഷിർക്കിന്റെ നിർവചനം പറയാൻ കഴിയും, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം നിങ്ങൾ ആ തലയെ കെട്ടിങ്ങനെ നടക്കല്ലേ, കുറച്ച് ഏറൊക്കെ കയറണം അകത്തോട്ട്, എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാവൂല കേട്ടോ. നിങ്ങൾക്ക് ഇനി എത്ര പറഞ്ഞാലും പറയും പറഞ്ഞിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയും. നിങ്ങൾ ചെയ്യുന്ന ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേറൊന്നും വേണ്ട. കൊട്ടപ്പുറം സംവാദത്തില് കാരന്തൂരി മുസ്ലിയാരെടുത്ത്, അതായത് കാന്തപുരം അബൂബക്കറിന്റെ അടുത്ത് എന്താണ് ചോദിച്ചത്? എന്താ പറഞ്ഞെന്നറിയോ? മുജാഹിദ് പക്ഷത്തിലെ പണ്ഡിത് ചോദിച്ചത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുറാനിൽ തെളിവുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് മൗലവി, ഉണ്ടോ എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ തന്നെ നിങ്ങൾ തെറ്റിന്നുള്ളത് ഉറപ്പല്ലേ? ഞാൻ പറയാനുള്ള പറഞ്ഞു. ഞാൻ മൗലവിയല്ല, ഞാൻ സാധാരണ ഒരാൾ. എന്നെ നിങ്ങളെ മൗലവിയാക്കിയിട്ട് നിങ്ങൾ വലിയ ആളായിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കല്ലേ മക്കളെ. ഞാൻ മൗലവിയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളാ പിന്നെ ഈ വാർത്ത വായിച്ചിട്ട് അതിന്റെ താരീഫ് വായിച്ചിട്ട് നിങ്ങളൊന്ന് അർത്ഥം പറയും. ഞാൻ പറഞ്ഞ ശരിയായില്ലെങ്കിൽ നിങ്ങളൊന്ന് അർത്ഥം പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പിന്നെ താരീഫ് നോക്കി സഹാബികളെ പോലെ പിന്നെ ഒരു ആയത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷിർക്കാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഷിർക്കാവും, അതെന്തുകൊണ്ട്, പിന്നെ എങ്ങനെയാണോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്.
അല്ല നിങ്ങൾ പറയുന്ന പോലെ ഒരു വ്യാഖ്യാനം സ്വഹാബികൾ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും സ്വഹാബികൾ ഇസ്തിഹാസ നടത്തിയിട്ടില്ല മരിച്ചുപോയ മഹാത്മാക്കളോട്. മനസ്സിലായില്ലേ? അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞ് ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് അർത്ഥം വെക്കും മൊയ്ലിയാരെ. ഓക്കെ, മനസ്സിലാവോ ഇല്ലെന്നുള്ള നിൽക്കട്ടെ. നിങ്ങളൊന്ന് പറ, ഷിർക്കിന്റെ നിർവചനം നിങ്ങളൊന്ന് പറ, അതും കൂടി കേൾക്കട്ടെ. എന്താ അത് പറയാനൊരു പേടി? ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന ഉറപ്പോട് കൂടിയാണോ പറഞ്ഞത്? ഷിർക്കിന്റെ നിർവചനം ആൺകുട്ടിയാണെങ്കിൽ പറ മൗലവി. തെറി പറച്ചിലൊക്കെ നിർത്തിയിട്ട് ഷിർക്കിന്റെ നിർവചനം പറ. നമുക്കതാ വേണ്ട, ഷിർക്കിന്റെ നിർവചനം. പിന്നെ സഹാബത്ത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്നതാണ് ഷിർക്ക്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഷിർക്കും തിരിഞ്ഞിട്ടില്ല, തൗഹീദും തിരിഞ്ഞിട്ടില്ല. ഇന്നലെ വന്നിട്ട് വലിയ ആവേശത്തിൽ വന്നിട്ട് പറയുന്നിട്ട് റുബൂബിയത്ത്, പിന്നെ അങ്ങനെ കുറെ വിഷയങ്ങള്. നിങ്ങൾക്ക് റുബൂബിയത്തും തിരിഞ്ഞിട്ടില്ല, ഉലൂഹിയത്തും തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതും തിരിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഷിർക്കിന്റെ നിർവചനം ഉണ്ടോ മൗലവി? ഉണ്ടോ? ഷിർക്കിന്റെ നിർവചന കിതാബിലെ ഉദ്ധരണി വായിച്ച് അർത്ഥം വെച്ച് തരാൻ തന്റെ ഇടമുള്ള ആൺകുട്ടികളായ മുജാഹിദ് ഉണ്ടെങ്കിൽ വരട്ടെ. ഇയാള് കുറെ വയല് പറഞ്ഞു എന്നല്ലാണ്ട് ഇപ്പോ ഷിർക്കിന്റെ നിർവചനം പറഞ്ഞിട്ടില്ല. അല്ല മൗലവി, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലാനോ? ഞാൻ ചോദിക്കട്ടെ. അന്നേരം എന്താവേശത്തിലായിരുന്നു? എന്ത് കണ്ടിട്ടായിരുന്നു ചോദിച്ചോ എന്ന് പറഞ്ഞത്? ഇപ്പൊ അതൊക്കെ പോയി. എവിടെ പോയി ആവേശമൊക്കെ? ഷിർക്കിന് നിർവചനം ഇല്ലേ? ഒന്നുകിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇത് ഷിർക്കാന്ന് പറയുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഇത് ഷിർക്ക് ആവണമെങ്കിൽ മൗലവി ഷിർക്ക് എന്താന്ന് ആദ്യം പഠിക്കണ്ടേ? അവരെ ഷിർക്കിന്റെ നിർവചനം പറ. നിങ്ങൾ ഈമലിട്ടിട്ട് ഉരുളും മൗലവി. എല്ലാ മൗലവിമാരും, സർവ്വ മൗലവിമാരും. നമുക്കറിയാം കൊട്ടപ്പുറം സംഭവത്തിൽ എന്താ ഉണ്ടായതെന്ന്. ഷിർക്കിന്റെ നിർവചനം ചോദിച്ചിട്ട് ഒരു മൗലവിക്ക് ഇവിടെ നേതാക്കന്മാരായ മൗലവിക്ക് വരാൻ കിട്ടിയില്ല. പിന്നെ ഈ ലക്കട മൗലവി. മൗലവി, ഷിർക്കിന്റെ നിർവചനം നിങ്ങളെങ്ങാ പറഞ്ഞാ നിങ്ങൾ ആപ്പീസ് പൂട്ടും. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്യുന്ന ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമാകും വാഹനം അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായമായി പബി ഞാൻ നൽകുന്നിതാ. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ഷിർക്കല്ല എന്ന് വരും. നിങ്ങളെങ്ങാ ഷിർക്കിന്റെ നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടിട്ടുണ്ടോ മൗലവി? കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കത് പറയാൻ പേടിയാണ്, നിങ്ങൾ കുടുങ്ങും. പിന്നെ അദ്ദുആ ഹുവൽ ഇബാദ, അതേതാ ദുആ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്ത്? നിങ്ങൾ മറ്റുള്ളവരോട് ദുആ ചെയ്യും പോലെ നബിയോട് ദുആ ചെയ്യരുതേന്ന്. മറ്റുള്ള ആളുകളോട്, അള്ളാഹിനോട് ദുആ ചെയ്യും പോലെ നല്ല പറഞ്ഞത്, മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യും പോലെ നബിയെ. അപ്പൊ ദുആ എന്താന്നൊക്കെ നമ്മളങ്ങ് പഠിപ്പിച്ചു തരും മൗലവി. അതുകൊണ്ട് ഷിർക്കിന്റെ നിർവചനം ഉണ്ടെങ്കിൽ പറ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രധാനപ്പെട്ട തുടർന്ന് വരുന്ന ചർച്ചകളൊന്നും നടക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ആളുകൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാവുന്നതാണ്. ഷിർക്കിന്റെ നിർവചനം. ഷിർക്ക് എന്താന്ന് മനസ്സിലാവാത്ത ഈ വഹാബികള് തൊട്ടതും പിടിച്ചതെല്ലാം ഷിർക്ക എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ എന്താണ് ഷിർക്ക് എന്ന് ഇവരോട് ചോദിച്ചാൽ അത് ചോദിക്കരുത്, അത് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്. എന്നാ മൗലവിമാരെ അതൊന്നിങ്ങ് പറഞ്ഞു കൊടുക്കുന്ന്. ഷിർക്കുന്നതാണ് എന്നുള്ളത്, ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ ചെയ്യുന്നതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞ് നടക്കാതെ അതൊന്ന് കിതാബ് അടിസ്ഥാനത്തിൽ വിശദീകരിക്കും നിങ്ങൾ.
അതെന്താ അത് പറയുമ്പോ മാത്രം ഞങ്ങൾക്ക് അറിയാവുന്നതേ പറയൂ, അറിഞ്ഞുകൂടാത്തത് അത് ശരിയാകില്ലല്ലോ. അത് ശരി. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാ മുജാഹിദായ? ഷിർക്ക് എന്താന്ന് അറിഞ്ഞുകൂടാണ്ട് പിന്നെ നിങ്ങൾ അങ്ങ് മുജാഹിദായതാ? അതൊന്നും നിങ്ങൾ പറഞ്ഞു തരും മൗലവിമാരെ. എന്നാൽ ഒരു കാര്യം ചെയ്യും മൊയ്ലിയാരെ, ആ നിർവചനം നിങ്ങളൊന്ന് പറയേ. ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളൊന്ന് പറയേ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള നിങ്ങളൊന്ന് പറയേ. അവര് തന്നെ നിങ്ങൾ പറഞ്ഞതിനെതിരെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ നിർവചനത്തിൽ പിടിച്ചിങ്ങനെ കളിച്ച് സമയം കളയുമെന്നല്ലാതെ നിങ്ങൾ ഈ ചൊല്ലിയത് സാധനമില്ലേ, എന്ന് പറഞ്ഞ് ചൊല്ലിയ സാധനം, ഇത് ആർക്ക് പരിചയമുണ്ടോ? സ്വഹാബികൾക്ക് പരിചയമുണ്ടോ? സ്വഹാബികൾക്ക് പരിചയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിവേരർക്കുന്ന ചോദ്യം വരുമ്പോ ചങ്ക് കൊള്ളുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ അടിവേരർക്കുന്ന ചോദ്യങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ പറയുമ്പോ നിങ്ങൾക്ക് ചാങ്ക് കൊള്ളുമ്പോ നിങ്ങൾ കാലി കയറിയിട്ട് കാര്യമില്ല. നിങ്ങൾ അവസാനത്തെ കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾക്ക് കഴിയൂല. ഷിർക്കിന്റെ നിർവചനം നമ്മുടെ സുഹൃത്ത് എത്രയായി ചോദിച്ച് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയൂല. എന്നിട്ട് നിർവചനം ഏറ്റവും ചുരുങ്ങിയത് ഒരു വിദ്യാർത്ഥി, മെഡിസിനെ സംബന്ധിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി എന്താണ് മെഡിസിൻ എന്ന് വളരെ വ്യക്തമായിട്ട് നിർവചനം പറയും. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്താണ് പൊളിറ്റിക് എന്ന് വ്യക്തമായിട്ട് പറയും. ഇസ്ലാമിന്റെ ഒരു നിർവചനം പറയാൻ ഷിർക്കിന്റെ നിർവചനം ചോദിച്ചിട്ട് അത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. ഇപ്പൊ ഞമ്മള് പറയാൻ, അപ്പൊ മൗലവി നിങ്ങൾക്ക് ഷിർക്കിന്റെ നിർവചനം അറിയോ? ഒന്നുകിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ രണ്ട് മറുപടി പറ. ഞങ്ങൾ പറയാനോ പറയാതിരിക്കണോ ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഇൻഷാ അല്ലാഹ്. മൗലവിക്ക് ഷിർക്കിന്റെ നിർവചനം അറിയോ അറിയില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇതൊന്ന് പറ. ഇന്നാ ഷബി പിടിച്ചോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന ഷിർക്കാണെന്ന് എന്തുകൊണ്ട് പറയുന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേട്ടോ. അഭൗതികമായ മാർഗങ്ങളിൽ സഹായമെത്തിക്കാനും ആപൽഘട്ടങ്ങളിൽ രക്ഷ നൽകാനും മൺമറഞ്ഞ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്തിഹാസ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ, നിങ്ങൾ ഇവിടെ മുമ്പ് ഇസ്തിഹാസ നടത്തിയില്ലേ കേട്ടോ. മഹാത്മാക്കളോടുള്ള അതിരുകവിഞ്ഞ ബഹുമാനവും ഭക്തിയും സ്നേഹവും അതുപോലെ അവരുടെ അറിവിലും കഴിവിലുമുള്ള വിശ്വാസവുമാണ് ഇതിന്റെ തുടക്കത്തിന് കാരണം. എവിടെ നിന്ന് ഏത് ഭാഷയിൽ ആര് വിളിച്ചാലും ആ വിളി അവൻ കേൾക്കുകയും വിളിച്ചവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വിചാരവികാരങ്ങൾ പോലും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ബാഗ്ദാദിലുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിന് മലയാളം അറിയാം, അതുപോലെ മറ്റുള്ള ഭാഷകൾ അറിയാം, ആ വ്യക്തി വിളിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ള വിശ്വാസം, അത് തന്നെയാണ് ഷിർക്ക്. പിന്നെ അതുപോലെ തന്നെ ആര് വിളിച്ചാലും ആ വിളി അവൻ കേൾക്കും, വിളിച്ചവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വിചാരവികാരങ്ങൾ പോലും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഉറക്കമോ ഉണർച്ചയോ രാത്രിയോ പകലോ ഭാഷയോ ദേശമോ കടലോ കലയോ വ്യത്യാസമില്ലാതെ ഏത് ഭാഷയിലും ഏത് സമയത്ത് ആര് വിളിച്ചാലും അത് കേൾക്കുകയും വിളിക്കുന്നവന്റെ ആവശ്യമറിയുകയും അവന് സഹായമെത്തിക്കാൻ കഴിയുക എന്നുള്ള അള്ളാഹുല് മാത്രമുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇർത്തഖാബത്ത് ചൊല്ലുന്നു, റസൂൽ കേൾക്കുന്നുണ്ട്, രാത്രിയും രാവിലെയും വൈകുന്നേരവും എല്ലാ സമയത്തും കേൾക്കും. അപ്പോ നിങ്ങളുടെ വിശ്വാസം റസൂൽ ജീവിച്ചിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് ഉറക്കമില്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റസൂലുള്ളാഹിക്ക് ക്ഷീണം ബാധിച്ചിട്ടുണ്ട്. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ഏത് സമയത്ത് 24 മണിക്കൂറും നിങ്ങളെ ഏതെങ്കിലും ഒരു കൗമ വിളിച്ചുകൊണ്ടിരുന്നാൽ ആ റസൂലുള്ളാഹി കേൾക്കും. അത് അള്ളാഹുവിന്റെ സിഫത്തിലുള്ള പങ്കേർക്കലാണ്. അള്ളാഹു മാത്രമാണ് ഹയ്യുൻ ലാ യമൂത്ത് എന്നൊന്ന് ജീവിച്ചിരിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിനെ ഊരിപ്പിടിച്ച വാളുമായി റസൂലിനെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ മിമ്പറിൽ കയറി പ്രസംഗിച്ച ഓർമ്മയില്ലേ? ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഖദ് മാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചെങ്കിൽ അള്ളാഹു ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്ന് ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറഞ്ഞില്ലേ? ഇത് തന്നെ 616 നിങ്ങൾ കൂട്ടത്തിലുള്ള ഏതെങ്കിലും മുജാഹിദ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നിർവചനം ഉണ്ടല്ലോ, ഈ നിർവചനം ഏത് ആധികാരിക പണ്ഡിതൻ പറഞ്ഞതാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് ഇയാൾ പറഞ്ഞ നിർവചനം അത് തെളിയിക്കാൻ പറ്റുമോ? പ്രാമാണികമായ ഒരു പണ്ഡിതൻ പറഞ്ഞ നിർവചനാണോ? ഏതോ ബുക്ക് നോക്കി വായിക്കുകയാണ്, ഇതാ നിർവചനം? ഷബി, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളിൽ അത് നിങ്ങൾ ഞാൻ നിർവചനമല്ല നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ നീ ഇവിടെ ചോദിച്ചില്ലേ, അപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അല്ല നിർവചനം ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് വ്യക്തമായിട്ടൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. എന്താ പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ തെളിവാവില്ലെന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ല, കിതാബിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചല്ല. ഞാനിവിടെ നമ്മള് പിന്നെ ഒരു മലയാളത്തിലുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. ആ പറഞ്ഞതിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ച് നിങ്ങൾ അതല്ലേ തിരുത്തേണ്ടത്. അല്ലാതെ ഞാൻ വായിച്ച ഏത് പുസ്തകം അത് നിങ്ങൾ അറിയേണ്ട വിഷയമില്ലല്ലോ. നിങ്ങൾ പറയൂ, നിങ്ങളെ ഏതെങ്കിലും ഇമാമിയങ്ങൾ ഈ ഇങ്ങനെ ഒരു ഇസ്തിഹാസ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ആ ഷിർക്കിന്റെ നിർവചനം നിങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞൊന്ന് പറയും, അത് നിങ്ങളൊന്ന് പറയും.